ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കേക്ക് റെസിപ്പിയുമായിട്ടാണ്. ഒരു പ്രത്യേക തീമിലാണ് കേട്ടോ ഞാനിത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു മൂണിൻ്റെ ഒരു ഷേപ്പിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര സിമ്പിളായിരുന്നു ഇത് ഉണ്ടാക്കാനായിട്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുമ്പോൾ മനസ്സിലാവും. കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ആദ്യം തന്നെ നമുക്കൊരു വാനില സ്പഞ്ച് കേക്ക് ആവശ്യമുണ്ട്. ഞാനിവിടെ ഇത് 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ലെയറായിട്ടും കട്ട് ചെയ്യാം. ഫസ്റ്റ് ലെയർ കേക്ക് ബോർഡിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായതുകൊണ്ടാണ് ഞാനിത് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ക്രീം അപ്ലൈ ചെയ്യാം. ഞാനിതുപോലെ കുറച്ച് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇതാണ് എനിക്ക് സിമ്പിളായിട്ട് തോന്നാറുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസിങ് നൈഫ് വെച്ചിട്ട് കുറേശ്ശെ ക്രീം ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിൻ്റെ സൈഡിൽ ചെറുതായിട്ട് ക്രീം കൊണ്ടൊരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ നടുവിലായിട്ട് പൈനാപ്പിൾ ക്രഷാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ പുറത്തേക്ക് സ്പ്രെഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ലൈന് വരച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്കിതിൻ്റെ ഉള്ളിൽ എന്ത് ഫില്ലിങ് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. സ്ട്രോബെറി ക്രഷോ ഇനി മാംഗോ ക്രഷോ ഏത് ക്രഷ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പൈനാപ്പിൾ ക്രഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് ഇത് മുഴുവനായിട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും എത്തുന്ന രീതിയിലായിരിക്കണം ഇത് സ്പ്രെഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അതും ഇതുപോലെ നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഓൾറെഡി നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റാണ്. നമ്മൾ ഇതുപോലെ ഷുഗർ സിറപ്പ് കൂടി ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒന്നുകൂടെ സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഇതുപോലുള്ള ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡിൽ വേണം കേട്ടോ നമ്മളിത് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് റൗണ്ടിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ കേക്ക് കട്ടർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ്. കണ്ടല്ലോ, ഇതുപോലെ വേണം നമ്മൾ കേക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് സെൻറ്ററിലുള്ള പോർഷന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ കേക്കിൻ്റെ മുകളിലും സൈഡിലും എല്ലായിടത്തും ഇതുപോലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ടും നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ നമുക്കതൊന്ന് ഫിനിഷാക്കി എടുക്കാം. കേക്കിൻ്റെ ഒരു സൈഡിൽ സ്ക്രാപ്പർ വെച്ചതിന് ശേഷം ടേൺ ടേബിൾ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്കിത് കിട്ടും. പിന്നെ ഞാനിത് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഐസിങ് ചെയ്തെടുക്കുന്നില്ല. നിങ്ങൾ പുറത്തേക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഇത് ചെയ്തിട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ ഉൾഭാഗത്തും ഇതുപോലെ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ക്രീം അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. ഇനി വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിലും നമ്മളെപ്പോഴും റൗണ്ട് കേക്കും സ്ക്വയർ കേക്കൊക്കെ അല്ലേ എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. ഇതുപോലെ ഒരു തീമിലൊക്കെ ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നും നമുക്ക്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ സെൻറ്ററിലെ പോർഷനും ഇതുപോലെ ക്രീം വെച്ചിട്ട് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ ഈ ഒരു കേക്കും ഞാനിവിടെ മുഴുവനായിട്ടും ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കാനായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് റെഡ് കളർ കൂടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 ഡ്രോപ്പ് റെഡ് ജെൽ കളറാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സെൻറ്ററിൽ വെക്കാൻ പോകുന്ന ഈ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലും സൈഡിലും നല്ലതുപോലെ തന്നെ ഇട്ട് കൊടുക്കണം. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് വേണം നമ്മളിത് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു നല്ലൊരു ഭംഗി കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു കേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ നടുഭാഗത്തായിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഐസിങ് നൈഫ് ഉപയോഗിച്ചിട്ട് ഇത് എടുത്ത് വെക്കുകയാണ്. ഇത് എടുത്ത് വെക്കുന്ന സമയത്ത് നല്ലതുപോലെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ തെന്നിപ്പോവാൻ സാധ്യതയുണ്ട്. ഇത് ബോർഡിലേക്ക് മാറ്റുന്ന സമയത്ത് വേറൊരു ഐസിങ് നൈഫ് ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് വേണം ഇത് മാറ്റി വെക്കാൻ. ഞാനിവിടെ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഫിനിഷിംഗ് ഒക്കെ നഷ്ടപ്പെടും. ക്രീം പോയ ഭാഗത്ത് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് നല്ലതുപോലെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്.
ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ ബോൾസ് കൂടി ഇട്ട് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്ക് കാണുമ്പോൾ തോന്നും നല്ല ബുദ്ധിമുട്ടാണെന്ന്, പക്ഷേ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോർമൽ കേക്ക് എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കേക്കുകളൊക്കെ ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കാം. എന്തായാലും നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണിത്. നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെയുള്ള കേക്കുകളൊക്കെ ഉണ്ടാക്കി അവരുടെ മുന്നിലൊന്ന് സ്റ്റാറായി നോക്കുകയും ചെയ്യാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അറിയാം നിങ്ങൾക്കിത് എത്രമാത്രം സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണെന്നുള്ളത്. ഹസ്ബൻഡിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അവർക്ക് കൂടി ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയത്. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ശരി, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.